ചങ്ങായിമാർ ഇന്നത്തെ സംസാര വിഷയം കുറെ നാളായി സംഘികൾ തന്നെ പൊക്കിപ്പിടിച്ചുകൊണ്ട് കിടന്ന നന്ദഗോവിന്ദം ഭജൻസില്ലേ, അവരാണ് ഇന്നത്തെ സംസാര വിഷയം. അവരവരുടെ കഷ്ടകാലത്തിലുണ്ടല്ല മിനിഞ്ഞാന്ന് ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടി. അതോടെ സംഖ്യയിലുണ്ടല്ല അവരെ പിന്നാലെ കൂടിയിട്ട് പൂരത്തെറിയാണ് ഈ നന്ദഗോവിന്ദം ഭജൻസിന്. ഈ നന്ദഗോവിന്ദം ഭജൻസിനെ പൂരത്തെറി വിളിച്ചുകൊണ്ട് സംഖ്യകൾ എന്താ പറഞ്ഞറിയാം, നിങ്ങളെ വളർത്തിയത് നമ്മൾ സംഖ്യയിലാണ്, ആ സംഖ്യക്ക് ഇഷ്ടപ്പെടാത്ത ക്രൈസ്തവ ഭക്തിഗാനം നിങ്ങൾ എങ്ങനെയാണ് പാടിയതെന്നാണ് ഇപ്പൊ സംഖ്യകൾ അവരോട് ചോദിക്കുന്നത്. പക്ഷെ ഈ നന്ദഗോവിന്ദം ഭജൻസിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്തിനാ നന്ദി എന്നറിയാം, നിങ്ങളുണ്ടല്ല മുസ്ലിം ഭക്തിഗാനം പാടാത്തതില് എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെങ്ങാനും ക്രൈസ്തവ ഭക്തിഗാനത്തിന് പകരം മുസ്ലിം ഭക്തിഗാനാണ് പാടിയിരുന്നെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും പൊല്ലാപ്പ്. വിശകലിയും സംഖ്യകൾ എന്താ പറയാന്നറിയാം, ഭജനയിലും ജിഹാദികൾ കയറിക്കൂടി ഇതാണ് ഭജന ജിഹാദ് എന്നും പറഞ്ഞ് കേരളം കത്തിക്കാൻ വേണ്ടി ഈ സംഖ്യകൾ മൊത്തം ശ്രമിച്ചിരിക്കും. അങ്ങനെ മുസ്ലിം ഭക്തിഗാനം പാടാതെ മുസ്ലിങ്ങളെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച നന്ദഗോവിന്ദം ഭജൻസിന് അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ നന്ദഗോവിന്ദം ഭജൻസ് ക്രൈസ്തവ ഭക്തിഗാനം പാടിയതിൽ കുരുപൊട്ടിക്കൊണ്ട് സംഖ്യയുടെ എല്ലാമായ നമ്മൾ വിശകലയില്ലേ, വിശകലമാടോട്ട ഒരു വൃത്തികെട്ട ഒരു വർഗീയ പോസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നാലോ. സംഖ്യയുടെ എല്ലാമായ വിശകലമാടം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതുവരെ അവരെ ആരും അഭിനന്ദിച്ചിരുന്നില്ലേ, 10,000 മണിക്കൂറുകൾ അവരെ കാത്തിരുന്നത് നിന്ദിക്കാനായിരുന്നു. ചെറിയ പ്രവാഹം അരുവിയാണ്, തോടാണ്, പുഴയാണ്. അവയൊക്കെ ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും ദാഹം മാറ്റാനും മനസ്സും ശരീരവും കുളിർപ്പിക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷെ പ്രവാഹത്തിന് ശക്തി കൂടിയാൽ അത് പലതിനെയും ഒഴുക്കിക്കളിയും. ചൂരൽമലയിലൊക്കെ പ്രവാഹം ശക്തി കൂടിയതിന്റെ അനുഭവം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇരിക്കുന്ന കൊമ്പ് എത്ര ബലമുള്ളതാണെങ്കിലും സ്വയം മുറിച്ചാൽ അത് മുറിയാതിരിക്കില്ല. ഇനി ആശംസകൾ. ചിക്കൻ മസാല നല്ലതാണ്, പക്ഷെ പായസത്തിലിടരുത്. ഇതൊരു വീട്ടമ്മയുടെ ഉപദേശമാണ്. പാടിയ വരികൾ കമന്റിലുണ്ട്. ഇതാണ് നമ്മുടെ വിശകലമഠം ഇക്കാര്യത്തിലിട്ട വൃത്തികെട്ട പോസ്റ്റ്. നമ്മുടെ വിശകലമാടം നന്ദഗോവിന്ദം ഭജൻസിനെതിരെ ശക്തമായി സംസാരിച്ചുകൊണ്ട് സ്വയം വിശേഷിപ്പിച്ചത് എന്താണെന്ന് നിങ്ങൾ കേട്ടല്ലോ, ഒരു വീട്ടമ്മ എന്നാണ് നമ്മളെ വിശകലമാടം സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്റെ വിശകലമാടം നിങ്ങളുണ്ടല്ലോ, നിങ്ങളെ വേറെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ ഒരു വീട്ടമ്മ എന്ന് വിളിച്ചിട്ട് കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് വീട്ടമ്മമാരില്ലേ, അവരൊരിക്കലും അപമാനിക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ പോസ്റ്റിൽ വയനാട്ടിലെ ചൂരൽമലയെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടു. ചൂരൽമലയിൽ നടന്ന ദുരന്തവും നിങ്ങളുടെ ഈ ഭക്തിഗാനമുണ്ടല്ല, ഇതും തമ്മിലൊന്നും കൂട്ടി യോജിപ്പിക്കല എന്റെ വിശകല. അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴുണ്ടല്ല ദൈവം ഉള്ളിൽ നിന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന വൃത്തികേടൊക്കെ കാണുന്നുണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇനിയും കുറെ കാലം ഇതുപോലെ വൃത്തികെട്ട വർഗീയതകൾ പറയാൻ വേണ്ടി നിങ്ങൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഈ പോസ്റ്റിന്റെ അടിയിൽ എന്റെ മോനെ വിശകലയുടെ ആരാധികമാരും കുലസ്ത്രീകളൊക്കെ വന്നിടുന്ന കമന്റുകൾ കാണണം. എമ്മാതിരി തെറിയാണ് ഈ നന്ദഗോവിന്ദം ഭജൻസിനെ വിളിക്കുന്നതെന്ന് അറിയാം. അതുമാത്രമല്ല, ഈ നന്ദഗോവിന്ദം ഭജൻസ് ജീവിച്ചു പോയത് സംഖ്യകൾ ഉണ്ടായതുകൊണ്ടാലോ, ഇല്ലെങ്കിൽ കഞ്ഞി പോലും കുടിക്കാൻ കഴിയാതെ പട്ടിണി കിടന്ന് മരിച്ചു പോകുമായിരുന്നു ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്നാണ് ചില സംഖ്യകൾ അടിച്ചുവിടുന്നത്. ഇനി നമുക്ക് തൽക്കാലം വിശകലമാണത്തിന് അവിടെ മാറ്റി വെക്കാം. വിശകലയേക്കാൾ വിഷയമായിട്ട് കുറച്ചു കാലമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന പുതിയൊരു അവതാരമാണ് ലക്ഷ്മി കാനത്ത്. ഈ നന്ദഗോവിന്ദത്തിനെ പറഞ്ഞത് എന്താണ് നമുക്ക് കേട്ടാലോ. പക്ഷെ ലക്ഷ്മി കാനത്തിനുണ്ടല്ല, ഇവർ ക്രൈസ്തവ ഗാനം പാടില്ല മാത്രമല്ല ദുഃഖം കേട്ടാ, ഇവര് മുസ്ലിം ഭക്തിഗാനം പാടാത്തതിൽ ഒരുപാട് വിഷമം. ഈ നന്ദഗോവിന്ദം ഭജൻസ് ശരിക്കും മുസ്ലിം ഭക്തിഗാനമായിരുന്നു പാടേണ്ടിയിരുന്നത് എന്ന് ഇവരുടെ പോസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. എന്നാൽ മാത്രം ഇവർക്ക് കുറച്ചുകൂടി ശക്തിയായിട്ട് വർഗീയത ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്തായാലും നമുക്ക് ലക്ഷ്മി കാനത്തിന്റെ ആ നല്ല രീതിയിൽ കുരുപൊട്ടിയ ആ പോസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നാലോ. നമ്മൾ ലക്ഷ്മി കാനത്ത് ചേച്ചി ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: അടുത്തത് മാപ്പിളപ്പാട്ട്, മതേതരത്വ അമ്പലം, ഒരു ഒപ്പനയും ദഫ്മുട്ടും മാർഗംകളിയും കൂടി വേണം, എങ്കിലേ കളറാകൂ. കച്ചവടം കൂട്ടാൻ അമ്പലം തന്നെ വേണോ? പള്ളിയിൽ വിളിക്കുമ്പോൾ പോയി പാടിയാൽ പോരെ? അതിന് അവരൊട്ട് വിളിക്കലല്ലോ അല്ലേ? നിങ്ങൾ കണ്ടല്ലോ ഈ സംഭവത്തിന്റെ ഈ വിവാദത്തിന്റെ ഒരു മൂലയിലില്ലായിരുന്ന മുസ്ലിങ്ങളെയും ഒപ്പനപ്പാട്ടും ദഫ്മുട്ടും ഒക്കെ നമ്മൾ ലക്ഷ്മി കാനത്ത് ചേച്ചിയിട്ടില്ല ഇതിൽ കയറ്റി വെച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്കുണ്ടല്ലോ അവർ മുസ്ലിം ഭക്തിഗാനം പാടാത്തതിൽ വളരെ സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നന്ദഗോവിന്ദം ഭജൻസിന് ഒരുപാട് നന്ദിയുണ്ട്. അതായത് നിങ്ങൾ മുസ്ലിം ഭക്തിഗാനം പാടാത്തതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്ന്. കഴിഞ്ഞിട്ടില്ല നമ്മൾ ലക്ഷ്മി കാനത്തിന്റെ കുരുവട്ടല്, കുറച്ചും കൂടി കുരുവട്ടല് ബാക്കിയുണ്ട്. നമുക്ക് ലക്ഷ്മി കാനത്തിന്റെ ആ ബാക്കി കുരുവട്ടലും കൂടി ഒന്ന് കേട്ടിട്ട് വന്നാലോ. ഇതാണ് നമ്മുടെ ലക്ഷ്മി കാനത്തിന്റെ ബാക്കി കുരുപൊട്ടിൽ. സത്യമല്ലേ, ഏതെങ്കിലും പള്ളികൾ നിങ്ങൾ കൃഷ്ണഭക്തി ഗാനങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊങ്ങികൾ മതേതര പട്ടം നൽകിയ ഗുരുദേവ കൃതികൾ ഏതെങ്കിലും പള്ളിയിൽ പാടുന്നത് കേട്ടിട്ടുണ്ടോ? യേശുദാസ് പോലും ക്ഷേത്രങ്ങളിൽ ഹിന്ദു ഭക്തി ഗാനങ്ങൾ മാത്രമേ പാടിയിട്ടുള്ളൂ. ഇനിയും ഇത്തരം മതേതര പൊറോട്ട് നാടകം തുടർന്നാൽ പള്ളിയിൽ തന്നെ പോയി പാടേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ വിഷുവിന് പോലും ശ്രീകൃഷ്ണ ഭഗവാനെ മന്തി കഴിപ്പിക്കാൻ നടക്കുകയാണ് ചില ഡാഷുകള്.
ക്ഷേത്രത്തിന് പുറത്ത് മതി ഇത്തരം കോമാളി വേഷം, അകത്ത് വേണ്ട. നിന്ദഗോവിന്ദം ഭജൻസ് ആകരുത്. നന്ദഗോവിന്ദം ഭജൻസ് എന്ന് 100 വട്ടം വിളിക്കുന്ന നമ്മൾ ലക്ഷ്മികാന്ത് ലാസ്റ്റ് വിളിച്ച കേട്ടില്ലേ, നിന്ദഗോവിന്ദം ഭജൻസ് എന്ന്. ഈ നന്ദഗോവിന്ദം ഭജൻസ് ക്രൈസ്തവ ഭക്തിഗാനം പാടുന്നതിൽ ഇപ്പൊ ആരൊക്കെയാണ് നമ്മൾ ലക്ഷ്മികാന്തത്തിന്റെ തെറി കേൾക്കുന്നത് നോക്കിയിട്ട്. കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസുകാർ, എന്തിന് കുഴിമന്തിക്കാർ വരെ ഈ ലക്ഷ്മികാന്തത്തിന്റെ തെറി ഇപ്പൊ കേൾക്കിയത്. ഇനി എനക്ക് പറയാനുള്ളത് ലക്ഷ്മികാന്തത്തിനോടും നമ്മളെ വിശകലയോടുമാണ്. നിന്റെയൊന്നും തറവാട് നിന്ന പൈസ കൊടുത്തിട്ടില്ല ഇവരുണ്ടല്ല അവിടുത്തെ ഭക്തജനങ്ങൾ പാടിപ്പിക്കുന്നത് കേട്ടോ. അതാത് നാട്ടിലെ ഭക്തജനങ്ങൾ കഷ്ടപ്പെട്ട് പിരിപ്പിച്ചുണ്ടാക്കിയ പൈസ ഇല്ലേ, ആ പൈസ കൊടുത്തിട്ടാണ് ഇവരെ അവിടെ കൊണ്ടുപോകുന്നതും അവിടെ നിന്ന് ഇവരെ പാട്ട് പാടിപ്പിക്കുന്നതും. അപ്പൊ ആ നാട്ടിലുള്ള ഭക്തജനങ്ങളില്ലേ, പൈസ മുടക്കിയ ഭക്തജനങ്ങളില്ലേ, അവര് പറയും അവർക്ക് ഏത് പാട്ടാണ് വേണ്ടത്, അവർക്ക് ഏത് പാട്ടാണ് ഇവർ പാടേണ്ടത്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുണ്ടല്ല ഈ നന്ദഗോവിന്ദം ഭജൻസ് പാടും. അത് ചിലപ്പോ ക്രൈസ്തവ ഭക്തിഗാനം ഉണ്ടാവും, അതുപോലെ പല ഭക്തിഗാനങ്ങളുണ്ടാവും. അതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് കുരുപൊട്ടിട്ട് യാതൊരു കാര്യമില്ല. അതായത് നിന്നെയൊന്നും ഹിന്ദുവിന്റെ അട്ടിപ്പറാവകാശം ഏറ്റെടുക്കാൻ വേണ്ടിട്ട് ആരും നിയോഗിച്ചിട്ടില്ല. അങ്ങനെ ഹിന്ദുവിന്റെ അട്ടിപ്പറാവകാശം നിങ്ങൾ രണ്ട് സംഗിണികളില്ലേ, കുലസ്ത്രീ സംഗിണികൾക്കാണെന്ന് ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിചാരം ഉണ്ടല്ല, 4 മടക്കി കീശിലിട്ടിട്ട് കണ്ടം വഴി ഒരു ഓട്ടം ഓടിക്കോട്ട. അല്ലെങ്കിൽ ഉണ്ടല്ലോ ശരിയായ ഭക്തജനങ്ങളില്ലേ, നിങ്ങളെ രണ്ടിനെയും കണ്ടം വഴി ഓടിച്ചിരിക്കും. പിന്നെ സംഘിലോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ കുറച്ചു കാലമായിട്ട് ഇവരെ പൊക്കിപ്പിടിച്ചോണ്ട്, ഏത് നന്ദഗോവിന്ദം ഭജൻസിനെ പൊക്കിപ്പിടിച്ചോണ്ട് പറയാറുണ്ട് ഇവർ ഭജന പാടാൻ തുടങ്ങിയ ശേഷമാണ് അമ്പലങ്ങളിൽ ഭക്തജനങ്ങൾ വരാറുള്ളത് എന്ന്. അങ്ങനെ പമ്പര വിഡിത്തം പെടുന്ന സംഘിലോട് ഭക്തജനങ്ങൾ, ഹിന്ദു ഭക്തജനങ്ങൾ അമ്പലത്തിൽ വരാറുള്ളത് ഇവരെ ഭജന കേൾക്കാണെന്നല്ല, അവരെ സങ്കടങ്ങളും വിഷമങ്ങളും അമ്പലത്തിൽ പോയിട്ട് ദൈവത്തോട് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഭക്തജനങ്ങൾ പണ്ടും അമ്പലത്തിൽ പോയിട്ടുണ്ട്, ഇപ്പോഴും അമ്പലത്തിൽ പോകുന്നുണ്ട്. അതിനൊന്നും യാതൊരു കുറവും വന്നില്ല. അതിന് ഈ ഭജനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ അമ്പലത്തിൽ സംഖ്യകൾ പോകുന്നത് ഇവരുടെ ഭജന കേൾക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണം നിങ്ങൾ പറഞ്ഞോ. അല്ലാതെ ഭക്തജനങ്ങൾ അമ്പലത്തിൽ പോകുന്നത് ഇവരുടെ ഭജന ഉണ്ടായതുകൊണ്ട് മാത്രമൊന്നല്ല. എന്തൊക്കെയായാലും ഈ നന്ദഗോവിന്ദ ഭജൻസിന് ഭയങ്കരമായിട്ടൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇവരെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നത് ഭയങ്കരമായിട്ട് ഹിന്ദു ഭക്തജനങ്ങളാണെന്ന്. അതല്ല സംഖ്യകൾ മാത്രമാണ് ഇവർ ഇത്ര കാലം സ്നേഹിച്ചെന്ന് ഇവർക്ക് ഇപ്പം മനസ്സിലായി. അതായത് വർഗീയത മാത്രം തിന്നുകയും വർഗീയത മാത്രം കുടിക്കുകയും ചെയ്യുന്ന സംഖ്യകൾ മാത്രമായിരുന്നു ഇവരുടെ പിന്നിലുണ്ടായിരുന്നെന്ന് ഇവർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ. പിന്നെ നമ്മൾ ഈ സംഖ്യകളും സംഖ്യണികൾക്ക് ഇടക്കിടക്ക് പറയുന്നതൊക്കെ ഹിന്ദുധർമ്മം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്, അതാണ് ഹിന്ദുധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന്. അങ്ങനെയുള്ള ഹിന്ദുവിന് ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടിയിൽ എവിടെയാണ് പൊള്ളുക? എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതും ഇതുപോലുള്ള വൃത്തികെട്ട കുലസ്ത്രീ സംഘിണികളും കുറെ സംഖ്യകളും കൂടി മാത്രമാണ്. അല്ലാതെ ഹിന്ദുവിന് യാതൊരു പ്രശ്നവുമില്ല ഏത് ഭക്തിഗാനം പാടിയാലും. അതുകൊണ്ട് യഥാർത്ഥ ഹിന്ദുക്കളെ അപമാനിക്കുന്ന ഇതുപോലുള്ള കുലസ്ത്രീ സംഘിണികളെയും സംഘികളെയൊക്കെ ഉണ്ടല്ല കണ്ടം വഴി ഓടിക്കേണ്ട കാലം ഉണ്ടല്ല അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടി കേരളത്തിൽ വർഗീയത കൊണ്ട് മാത്രം ജീവിക്കുന്ന വിശകലക്കും ലക്ഷ്മികാന്തനും പിന്നെ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.